അയ്യോ കരയണ്ട, സാരില്ല പോട്ടെ. കൊച്ചിനെന്താടാ അരിപ്പിക്കണ? നല്ല അടിയിട്ടൂട്ടാ. പിന്നെ എന്റെ സ്വഭാവം മാറ്റിക്കരുത്, എന്നെ നിനക്കറിയാല. സാരില്ല ടമ്മൂസേ, കരയണ്ട. ചിരിച്ചേ ചിരിച്ചേ. സാരില്ല പോട്ടെ. അവന് അമ്പ കൊടുക്കാട്ടാ. അടിയിട്ടൂട്ടാ. എന്താ അവിടെ എന്റെ കിട്ടൂട്ട എല്ലാത്തിനും. എന്നാലും ഈ കല്യാണ വീട്ടിൽ മാത്രം എന്തിനാ കറണ്ട് ഇല്ലാണ്ട് പോയേ? അല്ലേ ചേച്ചി, ജനറേറ്ററൊക്കെ എത്ര നേരം നിൽക്കും? ആ ആർക്കറിയാം അഞ്ചു, അതൊക്കെ അവര് നോക്കിക്കോളും. എനിക്ക് ചേട്ടൻ്റെ കാര്യം ആലോചിച്ചിട്ടാ എല്ലാം വാങ്ങി വരാഞ്ഞാൽ മതിയായിരുന്നു. സ്ലൈഡ് ഒന്ന് എടുത്തന്നേ ചേച്ചി. എങ്ങനെയൊക്കെ ആളുകളുടെ മെക്കിട്ടാറാൻ നോക്കി അടക്കുക പുള്ളി. അതിനും വേണ്ടി പിരികേറ്റാൻ ഒരു കൂട്ടുകാരന്. നല്ല കോമ്പിനേഷൻ. പറഞ്ഞു വരുന്നില്ല, അപ്പോഴേക്കും വിളിച്ചല്ലോ. ഹലോ, ആ ഞാൻ ദേ ഡ്രസ്സ് ചെയ്യായിരുന്നു, ദേ ഇറങ്ങണം. ആ ശരി. നല്ല ഫോമിലാണ്, ശബ്ദം കേട്ടാൽ തന്നെ അറിയാം. ഞാൻ വെച്ചല്ല നോക്കട്ടെ. ഈ സാരിയുടെ ഞൊറിയൊന്ന് പിടിച്ചേ. അഞ്ചു പിള്ളേരെ നോക്കിക്കോളണം കേട്ടോ. ഞാൻ പോയിട്ട് വേഗം ആരെങ്കിലും ഇട്ട് വിടാം. അപ്പോൾ നീ ആ മുസ്ലിം കൊണ്ടങ്ങോട്ട് വന്നാൽ മതി. ആ ചേച്ചി, അത് കുഴപ്പമില്ല ചേച്ചി, ഇവിടെ അന്നുണ്ടല്ലോ. ആ പിന്നെ വിഷ്ണു വന്നു കഴിഞ്ഞാൽ വിഷ്ണുവിനെ പിള്ളേരെ ഏൽപ്പിച്ചിട്ട് നീ വേഗം പോന്നേക്കട്ടാ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ് ഇല്ലേ ചേച്ചി. അയ്യോ ചേച്ചി, ആ ഇതോടി കുത്തിക്കോ. അഞ്ചു പിള്ളേരെ നോക്കിക്കോട്ടാ. അനു മതിയായിരുന്നു. ആ നീ വന്നാ? വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. അഞ്ചു, എന്തേ ചേച്ചി? കുട്ടികളെ നമുക്ക് വിഷ്ണുവിനെ ഏൽപ്പിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇതെന്താ വരണ വഴിക്ക് മഴ ഉണ്ടായിരുന്നോ? ഏയ് മഴക്കാറുണ്ടായിരുന്നു, പിന്നെ ആ സമയത്ത് ഇത് വലിച്ചേട്ടനല്ലോ കരുതി. നീ എന്തായാലും കറക്റ്റ് സമയത്താണ് വന്നത്. എൻ്റെ ചെറിയച്ഛനെ കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ അമ്മ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. പിള്ളേരെ നീ നോക്കിക്കോളൂലേ? ഞങ്ങൾ പോയിട്ട് വേഗം വരാം. ടാറ്റ കൊടുത്തേ, ടാറ്റ കൊടുത്തേ. അവൾ ആകെ ഇടഞ്ഞിരിക്കാ, കൊണ്ടുപോയി സമാധാനിപ്പിക്കട്ടെ. പോട്ടേടാ. കാവിലെ ചക്കര മാവിലെ കാക്കച്ചി പെണ്ണിനു കല്യാണം. ഇത് മറ്റേ കാർട്ടൂൺ പാട്ടല്ലേ? കപ്പിലൊന്നിറങ്ങണ ചേട്ടൻ എന്താണ് ഇതും കേട്ടോണ്ടിരിക്കണേ? സാരമില്ല, എന്തെങ്കിലുമൊക്കെ പറട്ടെ. അതൊന്നും സമ്മതിക്കില്ല, മാറ്റി പാടണം. ശരി ശരി, ശരിയാക്കി തരാം. ഒരു മിനിറ്റ്. ഇതന്നെ സിനിമ പാട്ടൊന്നുമില്ലല്ലോ. അല്ലേലും കള്ളക്കളി കളിക്കുള്ളൂ. നോക്കണ്ട, ഈ പാട്ട് പറ്റൂല. ഇതെന്താ പാട്ടല്ലേ? അല്ല, സിനിമ പാട്ട് മാത്രം പറ്റുള്ളൂ കേട്ടാ. മാറ്റി പഠിക്കും മോളെ. ഓക്കേ, എന്നാ പിടിച്ചോ. പോന്നോട്ടെ. കറുത്ത പെണ്ണെ നിന്നെ കുടിച്ചത്തിളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നനച്ചിരിപ്പുണ്ടേ. തുടിച്ചത്തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നനച്ചിരിപ്പുണ്ടേ. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. എങ്ങോട്ടാ? ബോറടിക്കണ ഗെയിം കളിക്കാൻ പോണു. റൂമിലേക്ക് പോകുന്ന നോക്കൊള്ളാം, പക്ഷെ കട്ടിലിൽ കളിക്ക് നോക്കരുത്. അതെന്താ? ആ പൊക്കോടാ. എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ നിൽക്കരുത്.
എന്തേ ഫോണില്ലേ? വെറുതെ പേടിപ്പിക്കാൻ പറയണതാ. ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറയണമെന്നല്ല, പേടിപ്പിക്കാൻ വേണ്ടി പറയണത് നിങ്ങളുടെ കണ്ണമാമനല്ലേ? ഏയ് കണ്ണമാമൻ അങ്ങനെ ചെയ്യില്ല. കണ്ണമാമൻ പാവല്ലേ? ഓ, നിന്റെ മാമൻ കോളേജിൽ പഠിച്ചിരുന്ന പ്രധാന കലാപരിപാടി എന്താണെന്നറിയോ? നിന്റെ മാമന് കൂടെ കുറച്ച് തരീകയുടെ കൂട്ടുകാരുണ്ടായിരുന്നു. അവരുടെ പ്രധാന പരിപാടി തന്നെ ഈ പിള്ളേരെ പേടിപ്പിക്കലാണ്. നമ്മുടെ മാമനോ? ആ, ഒരു ദിവസം ഇവരെ കോളേജിലുള്ള ഒരു ജൂനിയർ പയ്യനെ പേടിപ്പിക്കാൻ തീരുമാനിച്ചു. മാമനൊക്കെ ഒന്ന് കോളേജിൻ്റെ അടുത്തൊരു വീടെടുത്താണ് താമസിച്ചിരുന്നത്. അവിടേക്ക് അവർ ആ പയ്യൻ എന്തൊക്കെയോ നമ്മൾ പറഞ്ഞ് വിളിച്ചു വരുത്തി. എന്നിട്ട് വട്ടം കൂടി ഇന്ന് കഥ പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞേ? അവർ താമസിച്ചിരുന്ന വീട്ടിൽ പണ്ടൊരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ആത്മഹത്യയായിരുന്നു. അതിനുശേഷം ആരും പിന്നെ അങ്ങോട്ടൊന്നും പോകാറുണ്ടായിരുന്നില്ല. പിന്നെ കോളേജിൽ പഠിച്ചിരുന്ന ചേട്ടന്മാരാണ് ആ വീട് ശരിയാക്കിയത്. ഓരോരുത്തരും മാറി മാറി അവസാനം കണ്ണമ്മാമനും കൂട്ടുകാരുമായി. ഈ കഥ പറഞ്ഞ് പേടിപ്പിക്കാനാണ് അവർ ആ പയ്യനെ അങ്ങോട്ട് കൊണ്ടുവന്നത്. കഥ പറഞ്ഞ് പറഞ്ഞ് ആ പയ്യൻ പേടിച്ചിരിക്കുമ്പോൾ മാമൻ്റെ കൂട്ടുകാരൻ ആ പയ്യനെ പുറകിൽ നിന്ന് അടിക്കാൻ വരുന്നു. അടിക്കാൻ കയ്യോങ്ങിയതും എല്ലാം വന്ന കൂട്ടുകാരനെ പുറകിൽ നിന്ന് ആരോ തല്ലി. മാമനും ആ കൂട്ടുകാരനും മാത്രമാണ് അത് കണ്ടത്. ആ മരിച്ച പെണ്ണായിരുന്നത്. പിന്നെ നോണ എന്തുവാണോ മാമൻ വിളിക്കുമ്പോൾ ചോദിച്ചു നോക്ക്, എത്ര ആളാ പനി പിടിച്ചിരുന്നത്? അയ്യോ, കരണ്ട് പോയല്ല. കുറച്ചു നേരമായിട്ട് ഇങ്ങനെയാ, അപ്പുറത്തുമില്ല. എന്തിനാ വെറുതെ പുളോടിക്കണേ? ഉള്ളുവോ? ഈ ഞാൻ വരെ പ്രയത്നം കണ്ടിട്ടുണ്ട്. അവിടെ ഒരു വീട്ടിലെ അവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. എടി, ആ കണ്ണ് കാണാത്ത മണി കെട്ടി വടിയെ കുത്തി പിടിച്ച് കിടക്കുന്ന ഒരു അമ്മൂമ്മയില്ലേ? ഒരു ദിവസം രാത്രി 1 മണിക്കാണ് അമ്മൂമ്മ മരിക്കുന്നത്. അതിൻ്റെ ഒരു ഒച്ചയമ്പോളം കേട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത്. കുറച്ചേരം അവിടെ നിന്നപ്പോഴേക്കും എനിക്കെന്തോ ഇങ്ങോട്ട് പോരാൻ തോന്നി. കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും എന്നെ ആരോ പിന്തുടരുന്ന പോലെ. മുന്നോട്ട് നടക്കുന്തോറും ആ ശബ്ദം എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. കൂടെ അവിടെ എന്തോ ഒരു ദുർഗന്ധവും പരക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ആത്മാക്കൾ അടുത്ത് വരുമ്പോൾ നമുക്ക് ചുറ്റും വല്ലാത്തൊരു ദുർഗന്ധം ഉണ്ടാവുമെന്ന്. മാത്രമല്ല, ആ സമയത്ത് പ്രകൃതിയിൽ പതിവില്ലാത്ത ചില മാറ്റങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ മഴ പെയ്യുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും, പക്ഷേ മഴയുണ്ടാവില്ല. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നി. പെട്ടെന്ന് എൻ്റെ മുന്നിൽ അത് കണ്ട് ഞാൻ ഓടി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, എൻ്റെ നിഴലിന് എന്തോ ഒരു പ്രത്യേകത. സൂക്ഷിച്ചു നോക്കിയപ്പോൾ വയസ്സായ ഒരു അമ്മൂമ്മയുടെ നിഴൽ. നിഴലിൻ്റെ കയ്യിലൊരു വടി, മണി കെട്ടിയ വടി. നിനക്ക് എന്തെങ്കിലും സ്മെല്ല് കിട്ടുന്നുണ്ടോ അനു? നിനക്ക് കിട്ടുന്നുണ്ടോ? അയ്യേ, നിങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. എന്തിനാ പേടിക്കണേ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. നിങ്ങളിങ്ങനെ പേടിച്ചാലോ? ഛേ, നാണക്കേട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി മെഴുകുതിരി എടുത്തിട്ട് വരാം. നിങ്ങളെല്ലാവരും വേണ്ട, പോണ്ട. ഞാൻ മെഴുകുതിരി എടുത്തിട്ട് വേഗം വരാട്ടോ. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കേ. അടങ്ങിയിരിക്കേ, പോരാട്ടോ.
വാ വാ എലിച്ചിനായിരിക്കും. നിങ്ങളെന്താ വിളിക്കണേ? അപ്പൊ ചേട്ടനല്ലേ അകത്തുണ്ടായിരുന്നേ? ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ. നിങ്ങളെന്താ പുറത്ത് വെക്കുന്നത്?